അന്ന് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നു അബൂജഹൽ എന്ന മനുഷ്യൻ. അബൂജഹലിനെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെതിരെ ഇളക്കിവിടാൻ പണിയെടുത്തത് അന്ന് അബൂജഹലിന്റെ മകനായ ഇക്രിമ റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹം അവിശ്വാസിയായിരുന്നു. തുടക്കത്തിൽ ഇക്രിമ എന്ന മകനായിരുന്നു. അബൂജഹലിനേക്കാളും റസൂലുള്ളാഹിനോട് ദേഷ്യം ഇക്രിമക്കായിരുന്നു. പലപ്പോഴും അബൂജഹലിനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി റസൂലിന്റെ നേരെ പറഞ്ഞുവിടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇക്രിമയായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ബദർ യുദ്ധത്തിൽ അബൂജഹൽ മുസ്ലിമീങ്ങളുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ അന്ന് ബദറിൽ നിന്നും മടങ്ങുന്ന ഇക്രിമ ഒരു തീരുമാനമെടുത്തു. അടുത്ത ഒരു യുദ്ധത്തിൽ മുഹമ്മദിനെ ഞാൻ എൻ്റെ കൈകൊണ്ട് വധിക്കും, മുഹമ്മദിനെ ഞാൻ പച്ചക്ക് കൊല്ലും. അതിനുവേണ്ടി പണിയെടുത്തു. ഉഹദിലേക്കെത്തി. ആ ഉഹദിൽ മുഖാമുഖം റസൂലുള്ളാഹിനെ കിട്ടി എന്നുള്ളിടത്താണ് അബൂ ത്വൽഹ എന്ന സ്വഹാബി പ്രവാചകനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. നിരാശനായി മക്കയിൽ തിരിച്ചെത്തിയ ഇക്രിമ പറഞ്ഞു, ഇനി എൻ്റെ ഉറക്കില്ല മുഹമ്മദിന്റെ തലയറുക്കുന്നത് വരെ. എന്റെ മുൻപിൽ നിന്നും ജസ്റ്റ് മിസ്സായ മുഹമ്മദിനെ ഇനി കൊല്ലാതെ ഇക്രിമ ഇനി ഉറങ്ങില്ല. അതിനുവേണ്ടി വീണ്ടും പണിയെടുത്ത് മദീനയിൽ ചെന്ന് മുഹമ്മദിനെ കൊല്ലാനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ മദീനയിൽ നിന്നും പ്രവാചകൻ മക്കയിലേക്ക് വരികയും മക്ക വിജയിച്ചടക്കുകയും ചെയ്ത സമയമായിരുന്നു. പിന്നീട് മക്ക പ്രവാചകൻ വിജയിച്ചടക്കിയെന്ന് കണ്ട ഉടനെ ഇക്രിമ ഇനി ഇവിടെ നിന്നാൽ മുഹമ്മദ് എന്നെ കൊല്ലും എന്ന് പേടിച്ച് നാടുവിടാൻ ആഗ്രഹിച്ച് കടലിന്റെ വക്കിലേക്കെത്തിയപ്പോ ആ കടലിൽ കയറ്റുന്ന ആള് പറഞ്ഞു, ഇക്രിമ, നമ്മൾ കടലിലൂടെയാണ് യാത്ര, തിരമാലകളും കാറ്റും കോളും നിറഞ്ഞേക്കാം, അതുകൊണ്ട് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട്. ഉടനെ ഇക്രിമ റളിയല്ലാഹു അൻഹു തിരിച്ചു ചിന്തിച്ചു, ഇത് തന്നെയല്ലേ മുഹമ്മദും പറയുന്നത്, ഇത് തന്നെയല്ലേ മുഹമ്മദും ഞങ്ങളോട് പറഞ്ഞത്, അതിന്റെ പേരിലല്ലേ മുഹമ്മദിനെ ഞങ്ങൾ ശത്രുഭാഗത്ത് കണ്ടത്. ആ സമയത്താണ് ഇക്രിമയുടെ ഭാര്യ റസൂലുള്ളാഹിനെ കാണുകയും ഇക്രിമാക്ക് മാപ്പ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് മാപ്പ് കിട്ടി മദീനത്ത് വന്ന ഇക്രിമയെ അള്ളാഹുവിന്റെ തിരുദൂതൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. പിന്നീട് ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് ബന്ധങ്ങളുടെ പവിത്രത പ്രകടിപ്പിച്ച ചരിത്രമാ കാണുന്നത്. ഓരോ നിമിഷവും റസൂലുള്ളാഹിന്റെ സംരക്ഷകനായി, റസൂലുള്ളാഹിന്റെ കുടുംബത്തോട് അതേ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്ന വ്യക്തിയായി. അങ്ങനെ യർമൂക്ക് യുദ്ധത്തിന്റെ സമയമായപ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന് പോകാനിറങ്ങി. കൂടെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രണ്ട് കുടുംബക്കാർ, ഹാരിസ് റളിയല്ലാഹു അൻഹു, അയ്യാഷ് റളിയല്ലാഹു അൻഹു, മൂന്ന് യുവാക്കളും ആവേശത്തോടെ യർമൂക്ക് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. ശത്രുവുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വാളിന്റെ വെട്ടുകൊണ്ട് അഥവാ 9 ശത്രുക്കളെ അങ്ങേയറ്റം ഇല്ലാതാക്കി വീണ്ടും മുൻപോട്ട് ആവേശത്തോടെ പോകുമ്പോ മറ്റൊരു ശത്രുവിന്റെ വെട്ടേറ്റ് ഇക്രിമാന്റെ കൈകൾ അറ്റുവീണു. രക്തം വാർന്നൊലിക്കുകയും വേദന കൊണ്ട് സങ്കടപ്പെടുകയും ചെയ്തു. ദേഷ്യം തീരാത്ത ശത്രുക്കൾ ഇക്രിമാന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും വെട്ടി. അവസാനം വെള്ളത്തിനു വേണ്ടി ഇക്രിമ കരയാൻ തുടങ്ങി. വെള്ളവുമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹാബി വെള്ളവുമെടുത്ത് ഇക്രിമാന്റെ അരികിലേക്ക് ഓടുമ്പോ തന്റെ കൂടെ വന്ന ഹാരിസ് റളിയല്ലാഹു അൻഹു തന്നേക്കാൾ വെട്ടുകെട്ടി മരണത്തിന്റെ വെപ്രാളം കാണിക്കുന്ന കാഴ്ച ഇക്രിമ റളിയല്ലാഹു അൻഹു കണ്ടു. വാ പൊത്തിപ്പിടിച്ചിട്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഹാരിസിന് വെള്ളം കൊടുക്കണം, അവൻ കുടിച്ചിട്ട് മതി എനിക്ക് വെള്ളം. ഒരു കാലത്ത് സഹാബാക്കളെ മുന്നിൽ നിർത്തുന്ന റസൂലുള്ളാഹിക്കെതിരെ സ്വന്തം കുടുംബത്തിലെ യുവാക്കളെ കൊലക്ക് കൊടുത്ത അതേ ഇക്രിമ, ആൾക്കാരെ പറഞ്ഞയച്ച് കൊല ചെയ്യപ്പെട്ടാലും കൊന്നു തീർന്നാലും മുഹമ്മദിന്റെ തലയറുത്തിട്ടേ വരാവൂ എന്ന് പറഞ്ഞ അതേ ഇക്രിമ വാ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ ഹാരിസിന് വെള്ളം കൊടുക്കണം, എന്നേക്കാൾ അവനാണ് അതിന് അവകാശി. ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലെത്തിയപ്പോ രണ്ടുപേരും കേട്ടു തൊട്ടു ദൂരെ നിന്ന് മറ്റൊരു കരച്ചിൽ. നോക്കുമ്പോ കാണുന്നത് കൈകാലുകൾ വെട്ടിമാറ്റപ്പെട്ട് ശരീരത്തിന്റെ ഉടല് മാത്രമായി കിടക്കുന്ന അയ്യാഷ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും പറഞ്ഞു, വെള്ളം അയ്യാഷിന് കൊടുക്കണം, എന്നോടൊപ്പം യാത്ര ചെയ്തവർ, എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ, അവർക്ക് കൊടുക്കണം വെള്ളം, എന്നിട്ടേ ഞങ്ങൾക്ക് തരാവൂ. വെള്ളവുമായി സ്വഹാബി അയ്യാഷിന്റെ അരികിലെത്തുമ്പോഴേക്കും അയ്യാഷ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ടുണ്ട്. തിരിച്ചോടി ഹാരിസിന്റെ അരികിലെത്തി. ഹാരിസ് റളിയല്ലാഹു അൻഹുവും മരണപ്പെട്ടിട്ടുണ്ട്. ഓടി ആദ്യം വെള്ളം ചോദിച്ച ഇക്രിമിന്റെ അരികിലെത്തിയപ്പോ
ഇക്രിമ റളിയല്ലാഹു അൻഹുവും ചലനം നിലച്ച് മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ച. 3 പേർക്ക് മുൻപിലും വള്ളം പിടിച്ച് ആ സ്വഹാബി കരയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ നിന്നു മാറി സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും സൗഹാർദ്ദത്തിന്റെ മാതൃക കാണിച്ച ആ സഹാബത്തിന്റെ ഹിദായത്ത് കിട്ടിയിട്ടുണ്ടോ നമ്മൾക്ക്? ഇപ്പോഴും കുടുംബത്തിലെ സ്വത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന നമ്മൾക്ക്, ഇപ്പോഴും രക്തബന്ധങ്ങൾ പോലും വാളെടുക്കുന്ന കാലത്ത്, ഇപ്പോഴും അള്ളാഹുവിന്റെ ദുനിയാവിൽ പെരുമ കൊണ്ടും പ്രശസ്തി കൊണ്ടും പൊങ്ങച്ചം കൊണ്ടും അഹങ്കാരം കാണിക്കുന്ന നമ്മൾക്ക് പറയാൻ നിസ്കാരവും നോമ്പേ ഉള്ളൂ. ഹിദായത്ത് നേടാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലേ എന്ന് നമ്മൾ സങ്കടപ്പെടണം. ആ സഹാബത്ത് നേടിയ ഹിദായത്തിലേക്ക് പരിശ്രമം നടത്താനാണ് ഇനിയുള്ള നമ്മളെ ജീവിതം നമ്മൾ മാറ്റിവെക്കേണ്ടത്. പ്രാർത്ഥിച്ച് റബ്ബിനോട് തേടി ആ ഹിദായത്ത് നേടിയ സഹാബത്തിനെ പോലെ റബ്ബിന് ഇഷ്ടപ്പെട്ടവരാകാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് നിന്റെ സ്വർഗപ്പുങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, മാരക രോഗം ബാധിച്ച് ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് റബ്ബെ. എല്ലാവർക്കും എളുപ്പത്തിൽ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതത്തിലേക്ക് നീ തിരിച്ചെത്തിക്കുകയും ചെയ്യണമേ. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ. റബ്ബെ, സ്വന്തം ജീവിതത്തിൽ ഹിദായത്ത് കിട്ടിയവരാകാനും ഹിദായത്തോടുകൂടി മരണപ്പെട്ടു പോകാനും റബ്ബിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടു പോയവർ, കച്ചവടത്തിൽ ദാരിദ്ര്യം മുൻപിൽ കാണുന്നവർ, കടം കൊണ്ട് വലയുന്നവർ, ജീവിതത്തിന്റെ ഉപാധി നഷ്ടപ്പെട്ടു പോയവർ, റാസിക്കായ റബ്ബേ, എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ക്ഷമിക്കാനുള്ള കഴിവും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതത്തിലേക്ക് നീ ഞങ്ങളെ തിരിച്ചെത്തിക്കുകയും ചെയ്യണമേ. നാദാ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർ, എല്ലാവർക്കും എളുപ്പം ആ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സമാധാനത്തിലേക്ക് എത്താനുള്ള തൗഫീക്ക് നൽകണമേ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, ഒരുപാട് ആളുകൾ ഓരോ ദിവസവും നിന്നെ അരികിലേക്ക് മടങ്ങുകയാണ് നാദാ. ഭാര്യമാർ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഞങ്ങളുടെ നാട്ടുകാർ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഓരോരുത്തരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.